എന്റെ പൂച്ചക്കാടുള്ള പെങ്ങളെ നീ എന്ത് ചെയ്യും? കാസർഗോഡോ കാഞ്ഞങ്ങാടോ പോയി ഒരു ഫർദ വാങ്ങും. എന്നിട്ട് കടയിൽ നിന്ന് മേടിച്ച് ഫർദ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തയ്യക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ പറയും, ഒന്ന് ടൈറ്റാക്കി തരാൻ. നീ ചിന്തിക്ക്, നീ ആ കടയിൽ നിന്ന് ഇട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫർദ വാങ്ങി ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തയ്ക്കാൻ അറിയുന്നവളാണെങ്കിൽ സ്വന്തം ആ ഫർദ എത്ര ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും നീ ടൈറ്റാക്കും. എന്തിന്? നാട്ടുകാര് നിന്റെ ശരീരം കാണാൻ. നീ വെളിയിലിറങ്ങി നടക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ വടിവുകളും മസിലുകളും അന്യ പുരുഷന്മാര് കാണാൻ വേണ്ടി ആ വസ്ത്രം പോലും നീ ഇങ്ങനാക്കും. എങ്കിൽ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണു പറയാ, എന്റെ മയ്യത്ത് പോലും പകല് കബറടക്കിയ നാട്ടുകാര് കാണും, കാണിക്കരുത്. എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ആ ഫാത്തിമയുടെ പുറകിൽ നിന്നാ ഉമ്മ നീ സ്വർഗത്തിൽ പോണ്ടേ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് പോകാൻ നിനക്ക് എന്ത് യോഗ്യതയുമ്മ? എന്റെ ഉമ്മ നീ ഇങ്ങനെ ആയിപ്പോയ? പ്രായമായില്ലേ ഉമ്മ? മുടി നരച്ചില്ലേ ഉമ്മ? ഒരുപാട് രോഗമില്ലേ ഉമ്മ? എന്റെ ഉമ്മ നന്നാകാത്ത ഈ പ്രായത്തിൽ ഇനി എന്ന് നന്നാകാനും? ഇനി എപ്പോഴാ നമ്മൾ നന്നാകാ? പ്രായം കുറേയായി 40 വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന ശിക്ഷയ്ക്ക്, ചെയ്യുന്ന തെറ്റിന് ഇരട്ടിയാ ശിക്ഷയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരോട് എന്റെ ഉമ്മ ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണയും നടത്തവും സ്വഭാവവും എന്റെ ഉമ്മ എത്ര കൊണ്ടിട്ടും കണ്ടിട്ടും പഠിക്കാത്ത എന്റെ ഉമ്മ. എന്റെ ഉമ്മ ഇത്ര അഹങ്കാരം നിനക്ക്? 18, 20, 25, 30 വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാം അവൾക്ക് പക്വത എത്തിയില്ലേ ഉപ്പ, ഇനി നിനക്കെന്നാ പക്വത എത്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്ക്. നിങ്ങൾ നന്നാകേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി എന്നത്തേക്ക് മാറ്റിവെച്ചിരിക്ക. ഉമ്മമാരെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഉമ്മാ, ഈ മരണവേദന അനുഭവിച്ച നീയാണോ ഉമ്മ ഈ കാണിക്കണേ? ഞങ്ങൾക്ക് ആർക്കും പ്രസവ വേദന അറിയില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അനുഭവിച്ച നിനക്ക് എങ്ങനെ കഴിയുന്നു ഉമ്മ? പ്രസവത്തിന് മരണവേദനയാണെന്ന് 1, 2, 3 പ്രാവശ്യം ഈ മരണവേദന അനുഭവിച്ച നീ എന്റെ ഉമ്മ നന്നാകാത്ത? ഇങ്ങനെ ആയിപ്പോയെ. നിനക്ക് തലമറയ്ക്കാൻ മടി. കല്യാണ വീടുകളിലെത്തിയ വയലിന് വരുമ്പോ ഫർദ, കല്യാണ വീടെത്തിയ നിന്റെ കോലം നീ ചിന്തിച്ചിട്ടുണ്ടോ? ആണുങ്ങളുടെ മുന്നിലൂടെ നടക്കുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മരിച്ചവസാനം ഈ പള്ളിപ്പറമ്പിൽ വന്ന് കിടക്കുമ്പോ നിന്റെ ഗതി എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തലയുടെ ഒരു മുടി, നിങ്ങളുടെ തലയിൽ കാണുന്ന ഒരു മുടി വെളിയിൽ കാണിച്ച നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിന്റെ തൊപ്പി നിന്റെ തലയിൽ വെക്കുന്ന. ഒരു മുടി വെളിയിൽ കാണിക്കുന്ന പെണ്ണ്, അവളെ തലയിലേക്ക് നരകത്തിന്റെ മലക്കുകൾ തൊപ്പി കൊണ്ടുവെക്കുമെങ്കിൽ ഉരുകി ഒലിച്ചു പോകുമ്പോ ഒരു മുടി കാണിച്ചതിന്റെ പേരിൽ ഉമ്മ നിന്റെ സംസാരം ഔറത്താ ഉമ്മ. അതുകൊണ്ടാ പറഞ്ഞത് നീ അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല. ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം നിന്റെ ശബ്ദം ഔറത്തായത് കൊണ്ടാ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സഹോദരിമാർ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്നെ അങ്ങനെ കബറടക്കരുത്, എന്നെ രാത്രിയിലെ അടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു, എല്ലാവരോടും യാത്ര പറഞ്ഞു. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കഫൻ തുണിയും കയ്യിലെടുത്തു വെച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് 29ാമത്തെ വയസ്സിൽ നിസ്കരിച്ചു, ഒളുവെടുത്തു. പഠിക്കണം പെങ്ങളെ, അതിനാ മരണമെന്ന് പറയുന്നേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള്, നീ ചിന്തിക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ എന്ന് പറയുന്ന 16 വയസ്സുള്ള 16ഓ 18ഓ വയസ്സോ മാത്രം പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ആ മുത്തുനബിയുടെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ടാ പോയെ. ഫാത്തിമ കണ്ടു പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കണ്ടു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലാ തന്റെ ഉമ്മ കിടന്നത്.
ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ചെറിയ പ്രായത്തിൽ, ഫാത്തിമയുടെ ചെറിയ പ്രായത്തിൽ കണ്ടു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ വാപ്പാടെ മടിയിൽ കിടന്ന് വാപ്പയോട് പൊരുത്തം ചോദിച്ചു. വാപ്പയോട് പൊരുത്തം ചോദിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത് ഫാത്തിമ എന്ന് പറയുന്ന മകള് കണ്ടു. ആ ഉപ്പാടെ മോള് ഫാത്തിമ ബീവി തന്റെ പ്രിയപ്പെട്ട പിതാവ് ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറഞ്ഞിട്ട് മരിക്കുന്നത് ഫാത്തിമ ബീവി കണ്ടു. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അല്ലാഹു തെരഞ്ഞെടുത്ത ഭർത്താവ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് അലിയാര് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആ തീരുമാനമുണ്ടായത്. ആ അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് പൊരുത്തം ചോദിച്ചു, കുളിച്ചു, ഒളുവെടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. കഫൻ തുണിയും മുഖത്തേക്ക് എടുത്തിട്ടുമ്മ, കഫൻ തുണിയും നിങ്ങൾ മനസ്സിലാക്ക്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ സ്വന്തമായിട്ട് കഫൻ തുണി എടുത്ത് മുഖത്തേക്കിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീബിയുടെ മയ്യത്ത് കുളിപ്പിച്ചു, അവിടുന്ന് കഫൻ പൊതിഞ്ഞു. അവസാനം എല്ലാവരും കൂടെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി കബറടക്കി. പടച്ചവനെ, എല്ലാവരും പിരിഞ്ഞു പോയി. അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹ്, ഫാത്തിമയില്ലാതെ വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അലിയാര് തങ്ങളിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നാര മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഇന്നലെ വരെ ഫാത്തിമയുണ്ടായിരുന്നു, ഇന്നലെ വരെ ഫാത്തിമയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്റെ ഫാത്തിമയില്ലാതെ വന്നപ്പോ അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. തന്റെ മക്കളൊക്കെ ഉറങ്ങിക്കിടിയുമ്പോ അലിയാര് തങ്ങൾ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത്, അല്ലാഹുവേ, 1ാമത്തെ രാത്രി, തന്റെ ഭാര്യ മരണപ്പെട്ടതിന്റെ 1ാമത്തെ രാത്രി, അലിയാര് തങ്ങളെ ജന്നത്തുൽ ബഖീയിൽ ഇന്ന് ചെന്നാലും കാണാമല്ലോ. ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അലിയാര് തങ്ങള് പറഞ്ഞു, അസ്സലാമു അലൈകി യാ ഫാത്തിമ. അതാ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് സലാം പറയുകയാ. പക്ഷേ മടക്കുന്നില്ലല്ലോ, ഫാത്തിമ ഖബറിലാണല്ലോ. സലാം അടക്കുന്നത് കേൾക്കാതെ വന്നപ്പോ അലിയാര് തങ്ങള് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഫാത്തിമ, എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്റെ സലാം അടക്കാത്തതെന്തേ ഫാത്തിമ? എന്റെ സലാം അടക്കാത്തതെന്തേ ഫാത്തിമ? തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് പാതിരാത്രി 2ാമതും അലിയാര് തങ്ങള് സലാം പറയുകയാണ്. മണിയറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാര് തങ്ങള് 2ാമതും പറഞ്ഞു, പിണങ്ങല്ലേ ഫാത്തിമ, എന്റെ സലാം അടക്കു ഫാത്തിമ, എന്റെ സലാം അടക്കു ഫാത്തിമ. അലിയാര് തങ്ങളുടെ സലാം അടക്കാതെ വന്നപ്പോ ഖബറിന്റെ ചാരത്ത് ഇരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അലിയാര് തങ്ങൾ വിളിക്കുന്നു, ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. അലിയാര് തങ്ങൾ ഖബറിനോട് പറയുകയാ. അതാ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയെ ഖബറടക്കിയ ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഖബറിനോട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയ്ക്ക് സുഖമാണോ? എന്റെ ഫാത്തിമയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കിയിട്ട് 1ാമത്തെ രാത്രി ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയ്ക്ക് സുഖമാണോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി ചെന്ന എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിമ. ആരോടാ പറയുന്നത്? ഖബറിനോട്. ഖബറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി നിന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിമ.
എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ, എന്റെ ഫാത്തിമാനെ വേദനിപ്പിക്കല്ലേ. പള്ളിക്കാട്ടിലെ കബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ. നമ്മളൊക്കെ എത്ര പാപം ചെയ്തവരാ, ഞാനും നിങ്ങളും എത്ര പാപം ചെയ്തവരാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയി, ആ സ്വർഗമൊന്ന് കാണുന്നത് പോയി, ആ സ്വർഗം അല്ലാഹുവോട് ചോദിക്കുന്നത് പോയിട്ട് ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. അതൊന്ന് ശ്വസിക്കാനെങ്കിലും എനിക്കോ നിങ്ങൾക്കോ യോഗ്യതയുണ്ടോ? ഭർത്താവെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്ന നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയോ? സന്തോഷത്തോടെ ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയോ? ഇന്ന് രാത്രി നീ മരിച്ചാ നിന്റെ ഭാര്യ നിനക്ക് പൊരുത്തം തരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയത് അങ്ങനെയാണല്ലോ. സ്വന്തം ഭാര്യയുടെ പൊരുത്തം പോലുമില്ലാതെ ഭർത്താവേ, ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയോ? ഈ കാണുന്ന പൂച്ചക്കാട് പള്ളിയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, ഇവിടത്തെ ഇമാമാകുമ്പോഴല്ല, കമ്മിറ്റിക്കാരനാകുമ്പോഴല്ല, നാട്ടുകാര് മുഴുവനും ആദരിക്കുന്നവനാകുമ്പോഴല്ല, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എപ്പോഴെന്നറിയോ? സ്വന്തം ഭാര്യ നല്ലത് പറയുമ്പോഴാ. സ്വന്തം ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയുമ്പോഴാടാ നീ ഒരു വിജയിയാകുന്നത്, നീ രക്ഷപ്പെടുന്നവനാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ചരിത്രത്തിൽ നീ അലിയാര് തങ്ങളെ പോലെയാകണം. അലിയാര് തങ്ങളുടെ സ്വഭാവം നിനക്കുണ്ടാകണം. അലിയാര് തങ്ങളെ പോലെ പഠിക്ക്. അല്ലാതെ പണമുള്ള തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കിട്ടുമ്പോ പെറ്റ തള്ളയെ മറന്നു പോകുന്നവനാ നമ്മള്. ഒരു പണക്കാരന്റെ മകളെ കിട്ടുമ്പോ അവള് പറയുന്നത് മുഴുവനും സ്വന്തം ഉമ്മാനെയും കൂടപ്പറപ്പിനെയും തെള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവനാകരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗമുണ്ട്. ഒരിക്കലും അവര് സ്വർഗത്തിൽ കിടക്കില്ല. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ അവരാരാണ് നബിയേ? ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗമാരാ? മുത്തുനബി പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോ? പെണ്ണിന്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന ഭർത്താവാ, പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവ്. ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല, ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല. പടച്ചവനെ, ഭാര്യ മാത്രം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. വാപ്പാനെ എന്ത് പറഞ്ഞാല്, ഉമ്മാനെ എന്ത് പറഞ്ഞാല്, ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നവരുണ്ട്. മോനെ, ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിങ്ങൾക്ക് ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണല്ലോ അൽകമ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല. സ്വഹാബികൾ പറഞ്ഞു, നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല. മുത്തുനബി ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? വിളിച്ചു കൊണ്ടുവാ സഹാബ, വിളിച്ചു കൊണ്ടുവാ സഹാബ. സഹാബത്ത് വിളിച്ചു കൊണ്ടുവന്നു, ഉമ്മാനെ കൊണ്ടുവന്നു. മുത്തുനബി ചോദിച്ചു, ഉമ്മ അൽകമയുമായിട്ട് നിങ്ങളെ എങ്ങനെയാ ഉമ്മ? ഉമ്മ പറഞ്ഞു, നബിയെ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കവനെ ജീവനാണ്, വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയെ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്റെ മകന്റെ സ്വഭാവമൊക്കെ മാറി. അവൻ എന്നെക്കാല് സ്നേഹം അവന്റെ ഭാര്യയോടാ, അവൻ എന്നെക്കാല് സ്നേഹം നൊന്തുപറ്റ എന്നെ അവനൊരു പെണ്ണിനെ കിട്ടിയപ്പോ മറന്നുപോയി നബിയെ. എങ്ങനെ സഹിക്കും നബിയെ? ഞാനവനെ പട്ടിണി കിടന്നിട്ട് വളർത്തിയതല്ലേ, ഞാനവനെ പട്ടിണി കിടന്നിട്ട് വളർത്തിയതല്ലേ, എന്നിട്ടും അവൻ എന്നെ മറന്നല്ലോ നബിയെ. മുത്തുനബി പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ? ഇല്ല നബിയെ, ഞാൻ ഒരിക്കലും അവന് പുറത്തു കൊടുക്കൂല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോനാണ്, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമ്മ. ഇല്ല നബിയെ, ഞാൻ അവന് പുറത്തു കൊടുക്കൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയുടെ അവസ്ഥയാ പറയുന്നത്. മുത്തുനബി പറഞ്ഞു, സ്വഹാബ അൽകമയെ കത്തിച്ച് കള സഹാബ. ഉമ്മയുടെ
ഉമ്മയുടെ പൊരുത്തമില്ലാത്തവന് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാകണം. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ജീവിതത്തിൽ വായിച്ചു നോക്ക്. എന്നിട്ട് അല്ലാഹുവേ അവരുടെ ജീവിതം പിൻപറ്റി ജീവിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ മുൻവരിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ 4 വിഭാഗമാ. ഒന്നാമത്തെ പെണ്ണ് ആസിയ, രണ്ടാമത്തെ പെണ്ണ് മഹദി ഫാത്തിമ, മൂന്നാമത്തെ പെണ്ണ് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, നാലാമത്തെ പെണ്ണ് മഹദി ഖദീജ. ഈ 4 പെണ്ണുങ്ങളുടെ ചരിത്രം നല്ലതുപോലെ പഠിക്കണം. കരുണക്കടലായ അല്ലാഹ്